അനധികൃത കുടിയേറ്റക്കാരാണെന്ന് സ്ഥാപിച്ച ബംഗ്ലാദേശ് അതിർത്തിയിലുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും മുസ്ലിം മതവിശ്വാസികളെ കൂട്ടത്തോടെ നാടുകടത്തുന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബംഗ്ലാദേശിലേക്ക് സമീപകാലത്തായി 10,000-കണക്കിന് അഭയാർത്ഥികളായാണ് നാടുകടത്തിയത്. ഈ നാട്ടിൽ ജനിച്ച മതിയായ രേഖകളുമായി ജീവിക്കുന്ന മുസ്ലിം മതവിശ്വാസികളെ പോലും അവരുടെ ഭാഗം കേൾക്കാതെ നാടുകടത്തുകയാണ് ഭരണകൂടം. സമീപ ആഴ്ചകളിൽ ബംഗ്ലാദേശിൽ നിന്നുമുള്ള അനധികൃത കുടിയേറ്റക്കാരാണെന്ന് സംശയിക്കപ്പെടുന്ന ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായിട്ടും മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നുണ്ട്. അവരിൽ പലർക്കും നിയമപരമായ സഹായങ്ങൾ നിഷേധിക്കുകയും അതിർത്തി കടത്തി ബംഗ്ലാദേശിലേക്ക് അയക്കുകയും ചെയ്യുന്നതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമമായ ദി ഗാർഡിയന്റെ റിപ്പോർട്ട്. നാടുകടത്തപ്പെട്ടവരുടെ വ്യക്തിഗത വിവരങ്ങൾ അടക്കം ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. അതിർത്തി കടക്കുവാൻ വിസമ്മതിക്കുന്നവരുടെ സുരക്ഷാ സേന തോക്ക് ചൂണ്ടിക്കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നതായിട്ടുള്ള സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പൗരന്മാരാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഏകദേശം 200 പേരെയാണ് ബംഗ്ലാദേശ് അതിർത്തി കാവൽക്കാർ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചിട്ടുള്ളത്. അപകടകരമായ ഭൂപ്രദേശങ്ങളിലൂടെ കിലോമീറ്ററുകൾ കാൽനടയായി സഞ്ചരിച്ചാണ് അവരിൽ പലരും തിരിച്ചെത്തിയത്. 11 വർഷത്തെ ഭരണത്തിനിടയിൽ BJP സർക്കാർ രാജ്യത്തെ 200 ദശലക്ഷം മുസ്ലിങ്ങളെ പീഡിപ്പിക്കുകയും അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്തതായിട്ട് നിരവധി സന്നദ്ധ ഗ്രൂപ്പുകളും പൗരന്മാരും ആരോപിക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ ഇവയെല്ലാം നിഷേധിക്കുകയാണ് ഉണ്ടായത്. വടക്കു കിഴക്കൻ സംസ്ഥാനമായ ആസമിലാണ് അടുത്തിടെ മുസ്ലിങ്ങളെ നാടുകടത്തുന്നത് ഏറ്റവും കൂടുതൽ കണ്ടത്. സംസ്ഥാനത്ത് അടുത്തിടെ കസ്റ്റഡിയിലെടുത്ത 100ഓളം പേരെ കാണാതായിട്ടുണ്ട് എന്നും ആക്ടിവിസ്റ്റുകൾ പറയുന്നുണ്ട്. ഇന്ത്യയിൽ ജനിച്ചവരാണെന്നോ 1971 മുൻപ് എത്തിയവരാണോ എന്ന് തെളിയിക്കാൻ മുസ്ലിങ്ങളെ പതിവായി വിദേശികളുടെ ട്രൈബ്യൂണലിലേക്ക് വിളിച്ചു വരുത്തി ക്വാസി ജുഡീഷ്യൽ കോടതികൾ വഴി പുറത്താക്കുകയാണ് ഉണ്ടാവുന്നത്. ഹിന്ദുക്കളെയും സിഖുകാരെയും മറ്റ് മതസ്ഥരെയും സംസ്ഥാന സർക്കാർ പൗരത്വ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയതിനു ശേഷം മുസ്ലിങ്ങൾ മാത്രമേ പൗരത്വം തെളിയിക്കേണ്ടതുള്ളൂ എന്നാണ് നിബന്ധന. ആസമിലെ മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മയും നിയമവിരുദ്ധ വിദേശികളെ സ്വയമേവ പുറത്താക്കുക സംസ്ഥാനത്തിന്റെ നയമാണെന്നും പ്രഖ്യാപിക്കുന്ന സാഹചര്യം വരെ നിലനിൽക്കുന്നുണ്ട്. ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും 100 ആളുകളെ കൂടുതൽ മുസ്ലിങ്ങളെ നാടുകടത്തിയിട്ടുണ്ട്. ഗുജറാത്തിൽ 6500-ലധികം പേരെ കസ്റ്റഡിയിൽ എടുത്തുവെന്നും അവർ എല്ലാം ബംഗ്ലാദേശ് പൗരന്മാരാണെന്നുമാണ് പോലീസ് പറയുന്നത്. ആയിരക്കണക്കിന് ആളുകളെ തെരുവിലൂടെ നടത്തിച്ചു. എന്നാൽ അവരിൽ 450 പേർ മാത്രമായിരുന്നു നിയമവിരുദ്ധരെന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച പോലീസ് പിടികൂടിയത് പശ്ചിമ ബംഗാൾ സംസ്ഥാനത്ത് നിന്നുമുള്ള ഇന്ത്യൻ കുടിയേറ്റ തൊഴിലാളികളാണെന്നും കണ്ടെത്തിയതിനെ തുടർന്ന് 4 മുസ്ലിം പുരുഷന്മാരെ ബംഗ്ലാദേശ് അതിർത്തിയിൽ കാവൽക്കാർ തിരിച്ചയച്ചിരുന്നു. ഇങ്ങനെ തിരിച്ചയക്കുന്ന പലരും അവരവരുടെ വീടുകളിൽ തിരിച്ചെത്തുന്നില്ല എന്നും പറയുന്നുണ്ട്. അതിർത്തിയിൽ നിന്നും കിലോമീറ്ററുകൾ നടക്കണം തിരികെ സ്വന്തം രാജ്യത്ത് എത്താൻ. ഈ യാത്രയിൽ പലരും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ തോക്കിൻ മുന്നിൽ അവസാനിക്കുകയാണെന്നതാണ് സത്യം.